നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നതാണ് എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ചോദ്യം, യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട് സ്വന്തം മകളെ നേർച്ച നൽകേണ്ടി വന്ന ന്യായാധിപൻ ആര്? ഇബ്താഹാണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ എന്ന പ്രാർത്ഥന ഏത് സങ്കീർത്തന ഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? 91 സങ്കീർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ എന്ന പ്രാർത്ഥന. നാലാമത്തെ ചോദ്യം, ഉത്ഥിതനായ ക്രിസ്തു നൽകിയ ആദ്യത്തെ സന്ദേശം എന്ത്? സമാധാനമാണ് ഉത്ഥിതനായ ക്രിസ്തു നൽകിയ ആദ്യത്തെ സന്ദേശം. അഞ്ചാമത്തെ ചോദ്യം, ദൈവം കേട്ടു എന്ന അർത്ഥം വരുന്ന പേര്. ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് ദൈവം കേട്ടു എന്നത്. ഇനി ആറാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ മർത്തോമാ ശ്ലീഹായുടെ പൈതൃകം വിളിച്ചു പറയുന്നതായിട്ട് വിവാഹ അവസരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ട് ഏത്? മാർഗംകളിപ്പാട്ടാണ് അതിന്റെ ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ജൂൺ മാസത്തിലെ മലങ്കര സഭ ആചരിക്കുന്ന നോമ്പ് തിരഞ്ഞെടുക്കുക. ശ്ലീഹ നോമ്പാണ് അതിന്റെ ഉത്തരം. എട്ടാമത്തെ ചോദ്യം, കർത്താവിന്റെ ഉയർപ്പ് ശിഷ്യന്മാരിൽ ഉണ്ടാക്കിയ പ്രതികരണം എന്താണ്? പുതിയ ഉന്മേഷവും ശക്തിയും ഉണ്ടായി എന്നതാണ് അതിന്റെ ഉത്തരം. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം, ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത വനിതയാര്? ദെബോറയാണ് ഉത്തരം. പത്താമത്തെ ചോദ്യം, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് യഹോവയുടെ സാന്നിധ്യം മൂലമുള്ള ബലവും രക്ഷാബോധവും അറിയിച്ച ന്യായാധിപൻ ഗിദെയോനാണ് ഉത്തരം. 11 വേദവാക്യം പൂരിപ്പിക്കാൻ ഉള്ള ചോദ്യം, ഞങ്ങൾ സമാധാനത്തോടെ കിടന്നിറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നീയല്ലോ യഹോവേ എന്നതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി 12ാമത്തെ ചോദ്യം, മലങ്കര സഭ വിശുദ്ധരിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത് ഡാഷാണ്. ആർക്കാണ്? ദൈവമാതാവിനാണ് മലങ്കര സഭ വിശുദ്ധരിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, മലങ്കര നസ്രാണികൾക്ക് ചേരമാൻ പെരുമാളിൽ നിന്നും ലഭിച്ച സ്ഥാനങ്ങളെ പ്രതിപാദിക്കുന്ന പാട്ട്. വീരടിയാൻ പാട്ടാണ് അതിന്റെ ഉത്തരം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സന്ദേശം എഴുതുക. ദൈവത്തെ അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ശമൂവേൽ പ്രവാചകൻ. നമുക്ക് അനുകരണീയമാണ് ശമൂവേൽ പ്രവാചകന്റെ ഈ അനുസരണം എന്ന് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, ന്യായാധിപനായ ഗിദെയോന് യെരുബാൽ എന്ന പേര് ലഭിക്കാൻ കാരണം. യെരുബാൽ എന്ന വാക്കിന്റെ അർത്ഥം വിഗ്രഹഭഞ്ജകൻ എന്നാണ്. ബാൽ വിഗ്രഹങ്ങളെ തകർത്തത് കൊണ്ടാണ് ഗിദെയോന് യെരുബാൽ എന്ന പേര് ലഭിച്ചത്. ഇനി 16ാമത്തെ ചോദ്യം, ഭക്തർ പുകഴ്ച ഭാജനമേ എന്ന ഗീതത്തിൽ ഭക്തർ പുകഴ്ച ഭാജനം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ദൈവമാതാവിനെയാണ് ഭക്തർ പുകഴ്ച ഭാജനം എന്ന് ഉദ്ദേശിക്കുന്നത്. 17ാമത്തെ ചോദ്യം, നോമ്പും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കൊഴുപ്പുകൾ ഏറെ കലർന്നിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ വിശേഷ കാലഘട്ടത്തിൽ വെടിഞ്ഞ് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്നതിനെയാണ് നോമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഉപവാസം എന്ന് പറയുന്നത് നോമ്പോട് കൂടാതെ ദൈവസംസർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ്. 18ാമത്തെ ചോദ്യം, നിങ്ങൾ പങ്കെടുക്കുന്ന സൺഡേ സ്കൂൾ ഉൾപ്പെടുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയുടെ പേരെഴുതുക. നിങ്ങളുടെ ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ പേരാണ് ഉദ്ദേശിച്ചത്. ഓരോ സൺഡേ സ്കൂളും ഇരിക്കുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയുടെ പേര് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ മലബാർ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ഞങ്ങളുടെ ഭദ്രാസന മെത്രാപ്പോലിത്ത ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമേനിയാണ്. കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത എന്ന് ചോദിച്ചാൽ ദിയസ്കോറോസ് തിരുമേനിയാണ്. അങ്ങനെ ഓരോ ഭദ്രാസനത്തിന്റെയും മെത്രാപ്പോലിത്തമാർ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ഭദ്രാസനമുള്ള സ്ഥലത്തെ മെത്രാപ്പോലിത്ത ആരാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി 2-3 വാചകത്തിൽ ഉത്തരം എഴുതാൻ. 19ാമത്തെ ചോദ്യം, വിളി ഉറപ്പാക്കി ധർമാനുഷ്ഠാന നിർവഹണത്തിന് ഒരുങ്ങുക എന്നത് ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തെ പരാമർശിച്ച് എഴുതുക. യഹോവയുടെ കൽപ്പനയാലുള്ള നിയോഗങ്ങളായിട്ടാണ് ശൗലിനെയും ദാവീദിനെയും ഏലി പുരോഹിതനെയും അദ്ദേഹത്തിന്റെ മക്കളെയും അതാത് ചുമതലകളിലേക്ക് ഉയർത്തിയത്. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവീൻ എന്നതാണ് ആ വിളിയുടെ പൊരുൾ. തന്റെ നിയോഗത്താലുള്ള ബോധ്യത്താലാണ് ശമൂവേല് രാജാക്കന്മാരെയും ജനങ്ങളെയും ഒക്കെ രാജധർമ്മം പറഞ്ഞ് മനസ്സിലാക്കുന്നതും അതിലേക്ക് നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളി അനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് ശമൂവേൽ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. 20ാമത്തെ ചോദ്യം, കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് യെരൂശലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള യാത്രാമധ്യേ ഉണ്ടായ അനുഭവം എന്താണ്? യേശുവിന്റെ പുനരുത്ഥാന വാർത്ത അറിഞ്ഞ ഒരു ദിവസമായിരുന്നു. അന്നായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാരിൽ 2 പേര്. ഒരാളുടെ പേര് ക്ലെയോപ്പാവ് എന്നാണ്, മറ്റൊരാൾ ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇവർ 2 പേരും യെരൂശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് യാത്ര പോകുന്നത്.
യേശുവിന്റെ പുനരുത്ഥാനമായിരിക്കണം തീർച്ചയായിട്ടും അവരുടെ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നത്. അവർ പരസ്പരം വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ യാത്ര തുടർന്നത്. എന്നാൽ അവരുടെ യാത്രാമധ്യേ യേശു അവരുടെ കൂടെ നടക്കുകയും യേശു ആര് എന്ന് അറിയാതെ വണ്ണം അവരുടെ കണ്ണുകളെ നിരോധിക്കുകയും ചെയ്തിരുന്നു. യേശു അവരോട് സംസാരിക്കുകയും യേശുവിനെ മഹാപുരോഹിതന്മാർ മരണശിക്ഷയ്ക്ക് വിധിച്ച് ക്രൂശിച്ച കാര്യവും പിന്നെ കല്ലറ സന്ദർശിച്ചപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവും ഒക്കെ യേശുവിനോട് വിവരിച്ചു. യേശു അവരുടെ അജ്ഞാനത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിക്കുകയും പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും മഹത്വ പ്രവേശനവും ഒക്കെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ യേശു ആണ് കൂടെയുള്ളത് എന്ന് ഇവര് തിരിച്ചറിഞ്ഞില്ല. പിന്നീട് ദിവസം വൈകിയപ്പോൾ അവരുടെ കൂടെ പാർക്കുവാൻ അവർ യേശുവിനെ നിർബന്ധിച്ചു. അങ്ങനെ യേശു അവരോടൊപ്പം പോയി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. ഇത് ഭക്ഷിച്ചപ്പോഴാണ് അവർക്ക് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് യേശു ആണ് എന്നുള്ള ബോധ്യം വരികയും അവരുടെ കണ്ണുകളെ തുറക്കുകയും ചെയ്തത്. ഈ സമയത്ത് യേശു അവർക്ക് അപ്രത്യക്ഷനായി. പുനരുത്ഥാനം ചെയ്ത യേശു ആയിരുന്നു തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്നറിഞ്ഞ അവരുടെ യാത്ര എമ്മാവൂസിലേക്കുള്ളത് മാറ്റി അവർ തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. 21-ാമത്തെ ചോദ്യം, ന്യായാധിപയായ ദെബോറയുടെ വിശേഷണങ്ങളും നേതൃത്വ ഗുണങ്ങളും എഴുതുക. ഇസ്രായേലിലെ 15 ന്യായാധിപന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അതില് 4ാമത് ഭരണം നടത്തിയ വ്യക്തിയായിരുന്നു ദെബോറ. ന്യായാധിപന്മാരുടെ കൂട്ടത്തിലെ ഏക സ്ത്രീരത്നമായിരുന്നു ദെബോറ. ദെബോറയ്ക്ക് പ്രവാചകി എന്നും ന്യായപാലക എന്നും 2 വിശേഷണങ്ങളാണുള്ളത്. മറ്റു ന്യായാധിപന്മാരെ അപേക്ഷിച്ച് ഏറെക്കാലം അവർ സേവനം ചെയ്തു. ഇസ്രായേൽ മക്കളെ അകാരണമായി ഉപദ്രവിച്ചു വന്ന കനാന്യരുടെ ഉപദ്രവ കാലത്താണ് ദെബോറയുടെ സേവനം അവർക്കുണ്ടായിരുന്നത്. അതുപോലെ നേതൃത്വ ഗുണത്തിലേക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനും കൊണ്ടുവരുന്നതിലും ദെബോറയ്ക്ക് കഴിവുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന ഒരാളായിരുന്നു ബാരാക്ക്. ആപത്തിലകപ്പെട്ടവർക്ക് ദൈവിക ഇടപെടലിന്റെ സന്ദേശം നൽകിയ വ്യക്തിയായിരുന്നു ദെബോറ. ആപൽഘട്ടങ്ങളിൽ യഹോവയിൽ ആശ്രയിച്ച് വിവേകമതികളാകുവാനായിട്ട് അവർ ജനത്തെ പഠിപ്പിച്ചു. 22-ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ ഭാഗത്തിന്റെ പ്രാധാന്യം എന്താണ്? ഈ ചോദ്യം ശരിക്കും ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം വചന ശുശ്രൂഷ അല്ലെങ്കിൽ പഠിതാക്കളുടെ ശുശ്രൂഷ എന്നൊരു ഭാഗത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് പ്രൊമിയോൻ സദ്രകൾ വായിക്കുന്നു എന്ന് മാത്രമാണ് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. വചന ശുശ്രൂഷ എന്ന് പറയുന്നത് പഴയ നിയമ വായന മുതൽ യാചിക്കേണ്ടും സമയമിത എന്ന് തുടങ്ങുന്ന ഗാനം വരെയുള്ള ഭാഗത്തിനാണ്. മാമോദിസായിലൂടെ വിശുദ്ധ സഭയിൽ ചേരുവാൻ തയ്യാറാകുന്ന ഏവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്നതായിരുന്നു ആദിമസഭയിലെ ഒരു പ്രമാണം. ഈ ഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തക വായനയോടൊപ്പം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തെ ഓർമ്മിക്കുകയും നമ്മുടെ കലർപ്പില്ലാത്ത വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുവാനുള്ള പ്രാർത്ഥനകളും ക്രിയകളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ വചന ശുശ്രൂഷ ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ് 7ാം ക്ലാസ്സിനെ സംബന്ധിച്ച്. ഇനി അടുത്ത ചോദ്യം 23, ആരാധനകളിലെ പ്രൊമിയോൻ പ്രാർത്ഥനകളെ കുറിച്ച് ചുരുക്കമായി എഴുതുക. പ്രൊമിയോൻ എന്ന വാക്കിന്റെ അർത്ഥം ആമുഖം എന്നാണ്. പ്രൊമിയോൻ ആരംഭിക്കുന്നതിന് മുൻപ് വൈദികൻ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണമെന്ന് പറയുന്നു. അതിന് നമ്മൾ മറുപടി നൽകുന്നത് അനുഗ്രഹിക്കുന്നവനായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതാണ്. ഓരോ പ്രൊമിയോനുകളും അതാത് അവസരങ്ങൾക്ക് അനുസരണമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതാത് ദിവസത്തിന്റെയും ആരാധനയുടെയും ഒക്കെ സാങ്കത്യം ചുരുക്കമായി അവയിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൊമിയോൻ അവസാനിക്കുന്നത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് സമർപ്പിക്കുന്നതിന് നമ്മുടെ ശരീര മനസ്സുകൾ ഒരുക്കി അടക്കത്തിൽ നാം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 24-ാമത്തെ ചോദ്യം ഗീതം പൂരിപ്പിക്കാനാണ്. ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനുഹനിദ്ര ഒഴിഞ്ഞേറ്റ് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കിനി നൽകണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എൻ്റെ ഉറക്കം കർത്താവെ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപെടുകിൽ നിൻ നന്മയിൽ ഞാൻ പുറക്കപ്പെടും. ഉറക്കത്തിൽ ഞാൻ പിഴച്ചെങ്കിൽ പൊറുപ്പാൻ കരുണ ചെയ്യണമേ. ഇത്രയും ഭാഗമാണ് എഴുതേണ്ടത്. 25-ാമത്തെ ചോദ്യം 3-ാം മണി നമസ്കാരത്തിലെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ നിന്നെ വിളിക്കുന്ന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ പിതാവെ എന്ന ദൈവത്തെ സംബോധന ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ക്രിസ്തീയ കാഴ്ചപ്പാടിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ അടുക്കൽ സ്വാതന്ത്ര്യത്തോടെ ചെല്ലുവാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പിതാവും മക്കളും എന്ന പോലെ വളരെ അടുപ്പമുള്ള ബന്ധമാണ് ദൈവം മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തെ പിതാവെ എന്ന് സംബോധന ചെയ്യുമ്പോൾ ദൈവം മനുഷ്യ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതായിട്ട് മാറുന്നു. 26-ാമത്തെ ചോദ്യം മഹോന്നതന്റെ മറവിലിരിക്കുന്നതിനായ കർത്താവെ എന്ന പ്രാർത്ഥനയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്?
പക്ഷികൾ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ദൈവകരുണയാകുന്ന ചിറകുകൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ എന്ന് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് സമാധാനം നിറഞ്ഞ സന്ധ്യയും പുണ്യമുള്ള രാവും. ശാന്തതയുള്ള രാവാണ് ഉന്മേഷമുള്ള പകലിന് സഹായകരമാകുന്നത്. ഇതൊക്കെയും ദൈവദാനമാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് നോക്കി അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീക്കി ശുദ്ധീകരിച്ച് ഈ ലോകത്തിലും സ്വർഗലോകത്തിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവകൃപയും ദൈവത്തിൻ്റെ കരുണയും കൊണ്ട് ഞങ്ങളെ മറയ്ക്കുകയും കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ രക്ഷാകരമായ സ്ലീബ നമ്മെ എല്ലാ ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുകൊള്ളുവാനായിട്ട് നാം അപേക്ഷിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ദൈവത്തിന്റെ വലതുകയുടെ ആവാസം ഞങ്ങളിൽ ഉണ്ടാകണമേ. ദൈവിക സമാധാനം തരണമേ. അതുപോലെ വിശുദ്ധ കന്യക മറിയാമിന്റെയും മറ്റു പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അപേക്ഷിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ പൂർത്തിയാക്കുന്നത്. ഇനി 27ാമത്തെ ചോദ്യം, മന്നമങ്ങൾക്കായി ശ്ലോമോ എന്ന ഗീതത്തിന്റെ ആദ്യത്തെ 4 വരികളുടെ ആശയം എഴുതുക. മാലാഖ മുഖ്യൻ ഗബ്രിയേൽ എഴുന്നള്ളി വന്ന് രാജപുത്രിയായ കന്യക മറിയാമിന് സമാധാനം നേർന്നു. എൻ്റെ കർത്താവ് നിന്നോടുകൂടെ, അവൻ നിന്നിൽ നിന്നും ഉദയം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് 4 വരികളുടെ ആശയം എന്ന് പറയുന്നത്. 7ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ഗീതം പൂരിപ്പിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥനയാണ്. ഞങ്ങൾക്കുള്ള കർത്താവ് എന്നത് മാർ അപ്രേമിന്റെ മെമ്മറ എന്നത് പ്രാർത്ഥനകളുടെ കൂട്ടത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ ഗീതത്തിന്റെ ഭാഗത്തു നിന്നും വേറൊരു ചോദ്യവും ഇല്ല. ഗീതം എഴുതാനായിട്ടൊരു ചോദ്യമില്ല. ഇനി ഗീതമാണ് ഇത് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഭാഗം ചോദിക്കണമായിരുന്നു. അത് ഇതിനുള്ളിലില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ. 28ാമത്തെ ചോദ്യം, വലിയ മാർ ബസേലിയോസിന്റെ ജീവിതത്തെ ചുരുക്കമായി വിവരിക്കുക. കപ്പദോക്യൻ പിതാക്കന്മാരിൽ ഒരാളാണ് വലിയ മാർ ബസേലിയോസ്. വലിയ മാർ ബസേലിയോസ് അദ്ദേഹത്തിന്റെ സഹോദരൻ നിസായിലെ മാർ ഗ്രിഗോറിയോസ്, അവരുടെ 2 പേരുടെയും സുഹൃത്ത് നാസിയാൻസിലെ ഗ്രിഗോറിയോസ്, ഇവരെ 3 പേരെയുമാണ് കപ്പദോക്യൻ പിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. കൈസറിയയിലെ പൊന്തോസ് എന്ന സ്ഥലത്ത് AD 329 വലിയ മാർ ബസേലിയോസ് ജനിച്ചത്. സമ്പന്നതയും കുലീനതയും ഒക്കെ ഒത്തുചേർന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ പീഡയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ പൂർവികർക്ക് പീഡകൾ സഹിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി കൈസരിയയിലേക്ക് പോയി. തുടർ പഠനം കൈസരിയയിലാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. കുസ്തന്തീനോസിലും ഏതൻസിലും അദ്ദേഹം ഉപരിപഠനം നടത്തി. ഗ്രീക്ക് പണ്ഡിതരുടെയും റോമൻ പണ്ഡിതന്മാരുടെയും ഒക്കെ ഗുരുക്കന്മാരുടെ കീഴിലായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത്. പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും തൃത്വവിശ്വാസത്തിലേക്ക് സഭ നീങ്ങിയപ്പോൾ യുക്തിപരമായ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുകയും ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്വത്തെപ്പറ്റിയും ആളത്വത്തെപ്പറ്റിയും ഒക്കെ കൂടുതലായിട്ട് ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ കാര്യത്തിൽ സഭയുടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് പണ്ഡിതോചിതമായിട്ട് അദ്ദേഹം ധാരാളം പ്രബന്ധങ്ങൾ രചിക്കുകയും പരിശുദ്ധാത്മാവിനെ കുറിച്ച് അദ്ദേഹം പ്രബന്ധം എഴുതുകയും ചെയ്തു. 26-ാം വയസ്സിൽ അദ്ദേഹം സന്യാസ ജീവിതം തെരഞ്ഞെടുത്തു. സന്യാസം തിരഞ്ഞെടുക്കുവാനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വലിയമ്മയായ വലിയ മക്രീനെയും മൂത്ത സഹോദരിയായ ഇളയ മക്രീനെയുമായിരുന്നു. അദ്ദേഹം ഏകാന്തവാസികളായ സന്യാസിമാരെ ഒരുമിച്ച് സമൂഹമാക്കി ആശ്രമങ്ങൾ സ്ഥാപിച്ചു. സുവിശേഷം പ്രചരിപ്പിക്കുവാനും സാധുക്കളെ സംരക്ഷിക്കുന്നതിനും ഇങ്ങനെ കൂട്ടായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ. അനാഥരെയും അഗതികളെയും രോഗികളെയും ഒക്കെ സംരക്ഷിക്കുവാനായിട്ട് ആശ്രമത്തോട് ചേർന്ന് പ്രത്യേകമായിട്ട് താമസ സൗകര്യങ്ങൾ ഒരുക്കി രോഗികളെ താമസിച്ച് പരിചരിക്കുക എന്നർത്ഥത്തിലുള്ള ഹോസ്പിറ്റൽ ആരംഭിച്ചത് അദ്ദേഹമായിരുന്നു. ലളിത ജീവിതം നയിക്കുന്നതിനും ആശ്രമവാസികൾ എങ്ങനെ ജീവിക്കണമെന്നും പ്രബോധിപ്പിക്കുന്ന നിയമാവലി അദ്ദേഹം ഉണ്ടാക്കി. ഇങ്ങനെ അദ്ദേഹം ആശ്രമ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായി മാറി. 41-ാം വയസ്സിൽ കൈസരിയയിലെ യൗസേബിയോസിന്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം വാഴിക്കപ്പെട്ടു. AD 379 അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിട്ട് പൗരസ്യ സഭകൾ ജനുവരി 1 ആചരിക്കുന്നു. 29ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുക. യേശുക്രിസ്തുവിന്റെ ഉയർപ്പുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ സത്യ ആരാധനയിൽ വരികയില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ദുഷ്ടന്മാരായ യഹൂദന്മാരുടെ ഗൂഢതന്ത്രത്തെ തോൽപ്പിക്കുവാനായിരുന്നു. അതുപോലെ മരണത്തെയും സാത്താന്റെ തിന്മയെയും യേശുവിന്റെ ഉയർപ്പ് ഇല്ലായ്മ ചെയ്തു. യേശുവിന്റെ ഉയർപ്പിന്റെ പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂശുമരണത്തെ സ്മരിക്കുന്നതിനോടൊപ്പം ഉയർപ്പിൽ വിശ്വസിക്കുവാനും ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് പരിശുദ്ധ സഭയ്ക്കും അതിലെ മക്കൾക്കും വേണ്ടിയാണ്.
മരണത്തിന് ശേഷം ശക്തിയോടെ ഒരു ഉയർപ്പുണ്ടെന്ന് തെളിയിച്ചത് നമ്മുടെ ഈ കർത്താവാണ്. തന്റെ പിതാവിന്റെ അടുക്കൽ നിന്നും ജനനം, മരണം എന്നീ മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് സൃഷ്ടിയെ വീണ്ടെടുത്തതാണ് ഉയർപ്പിന്റെ യഥാർത്ഥ സന്ദേശം എന്ന് പറയുന്നത്. കുറച്ച് ടഫായിരുന്നു, കുറച്ചല്ല എനിക്ക് തോന്നുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എല്ലാം തന്നെ. ഏതാണ്ട് ഈ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ആനുവൽ എക്സാം ഓൺലൈൻ എക്സാം ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് ഈ ഒരു പാഠഭാഗവും ഇനി പഠിപ്പിക്കാനിരിക്കുന്ന ഭാഗവും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് പുസ്തകം നന്നായിട്ട് വായിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.